ഹായ്. ചില ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് വണ്ണമുണ്ടെങ്കിലും നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. കറുത്തിട്ടാണെങ്കിലും നിന്നെ കാണാൻ സുന്ദരിയാണ്. അതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്തും വാരി വലിച്ച് കഴിക്കാമെന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾ കോംപ്ലിമെന്റ് ആയിട്ടാണോ എടുത്തിട്ടുള്ളത്? നെവർ. ഇതൊരു കോംപ്ലിമെന്റേ അല്ല. കോംപ്ലിമെന്റ് ചെയ്യാനാണ് ആ വ്യക്തി പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രം പറയുക. ഫോർ എക്സാമ്പിൾ, യു ആർ റിയലി ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാൻസം ആണ്, ഷീ ഈസ് വെരി ക്യൂട്ട്, അങ്ങനെയുള്ള പോസിറ്റീവ് സൈഡ്സ് മാത്രം പറയുക. മെലിഞ്ഞിട്ടാണെങ്കിലും കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള അഡീഷണൽ സെന്റൻസ് കയറ്റിയിട്ട് നെഗറ്റീവും പോസിറ്റീവും കൂടെ കമ്പൈൻ ചെയ്ത് പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, അതൊരിക്കലും കോംപ്ലിമെന്റ് അല്ല. കോംപ്ലിമെന്റ് ആണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അത് കേൾക്കുന്ന വ്യക്തിക്ക് അവര് സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നതിന് പകരം അവർ കൂടുതൽ സെൽഫ് കോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് കോംപ്ലിമെന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്കും തോന്നുകയില്ല. അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശരിക്കും ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ പോസിറ്റീവ് സൈഡ്സ് മാത്രം എടുത്തു പറഞ്ഞതിന് ശേഷം കോംപ്ലിമെന്റ് ചെയ്യുക. നെഗറ്റീവ് സൈഡ്സ് കൂടെ ആഡ് ചെയ്തത് പറയേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുക. ഇനി നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരാളെ പുകഴ്ത്താനും അവരുടെ കോംപ്ലിമെന്റ് പറയാനും അറിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നും പറയണ്ട. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരാളെ പുകഴ്ത്തുന്ന സമയത്ത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് പാടെ തകർക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത്.